ബിഗ് ബോസ് അഗ്നിപരീക്ഷൻ്റെ ഏതൊരു പ്രോമോ വന്നാലും അതിനിടയിൽ രഞ്ജിനിക്കാണ് ഏറ്റവും കൂടുതൽ തെറിവിളി. അതെന്താന്ന് വെച്ചാൽ രഞ്ജിനിയാണ് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും മുഖത്തൂക്കി പറയണത്. ഒരു ജഡ്ജ് എന്ന് പറയുമ്പോൾ അത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ജഡ്ജും ഡാൻസിന്റെ ഒക്കെ പ്രോഗ്രാമിന്റെ ജഡ്ജും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പോലും അറിയാത്ത കുറെ ടീമുകളാണ് ഈ മാതിരി കമന്റ് ഇടുന്നത്. ഇപ്പോൾ അഖിൽമാരാര് നല്ല സൈലന്റ് ആയിരുന്നു തുടക്കത്തിലൊക്കെ. ഇപ്പൊ രഞ്ജിനി മാത്രമാണ് ഇതേപോലെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും കാര്യങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ഓപ്പണായിട്ട് എല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ അന്ന് അഖിൽമാരാര് നല്ലതും പിന്നെ രഞ്ജിനി മോശം എന്നുള്ള രീതിയിലാണ് കമന്റ് ഉണ്ടായിരുന്നത്. പിന്നെ റിയാസ് സലീമിനെ പിന്നെ വേറൊരു വിഭാഗത്തിൽ പെട്ടിട്ടാണല്ലോ കളിയാക്കി. റിയാസിന് ഇതിലൊന്നും പെടുത്തുന്നില്ല. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് രഞ്ജിനിക്ക് മാത്രല്ല അഖിൽമാരാരിനും ഒരേപോലെ തെറി. കാരണം അഖിൽമാരാരും ഓപ്പണായിട്ട് എല്ലാം പറയുന്നുണ്ട്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ആ ആൾക്കാരോട് ഇവര് ഓപ്പണായിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യമാണ് ഇവർ ഈ കമന്റ് കൂടെ. രഞ്ജിനി നല്ലൊരു ജഡ്ജല്ല, അഖിൽമാരാര് നല്ലൊരു ജഡ്ജല്ല, ജഡ്ജിങ് പാനലിൽ നിന്ന് ഇവരെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നത് ഇങ്ങനെയുള്ള ഓരോ ടീമുകളാണ്. അല്ല, ഇവര് ചിന്തിക്കണ എന്താന്ന് വെച്ചാല് ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജായിരിക്കണ പോലെയാണോ ഈ അഗ്നിപരീക്ഷയില് ജഡ്ജായിരിക്കേണ്ടത്? അതായത് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, എന്തിനാ അങ്ങോട്ട് നോക്കി, നല്ല സമാധാനപരമായ ചർച്ചയും കാര്യങ്ങളും ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു ഷോക്ക്? ഇതൊരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ പോലെയാണ് ഈ സംഭവം. അതായത് ഇവരുടെ ക്ഷമ കാര്യങ്ങളും ഇവരെങ്ങനെയാണ്, എന്താണ് ഒരു ബി മെറ്റീരിയൽ ആണോ, ബിഗ് ബോസ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണാനുള്ള എന്തെങ്കിലും ഇവരുടെ അടുത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം പോലെയല്ലേ ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ. പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് അതുപോലെ അറിയാത്ത കുറെ ആൾക്കാർ വെറുതെ ആവശ്യമില്ലാതെ കുറെ കമന്റ് ഇട്ടിട്ട് ഇങ്ങനെ വെറുപ്പിക്കുക. ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ ഈ ഷാമോനും പിന്നെ എൽദോനെയും പോലത്തെ ടീമുകളൊക്കെ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇതോടുകൂടി നിർത്തുക ഏറ്റവും നല്ലത്. ബിഗ് ബോസ് സീസൺ 8 കാണാതിരിക്കുക ഏറ്റവും നല്ലത്. ഈ ഷാമോന്റെ ഈ ഒരു ഗ്രൂപ്പിസം കളിയും ഇങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ട് വരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ. അയാളോടൊക്കെ ചൂടായപ്പോഴേക്കും അഖിൽമാരാരും രഞ്ജിനി ഹരിദാസും ഭയങ്കര മോശം ആൾക്കാരും പിന്നെ ജഡ്ജിങ് പാനലിൽ ഇരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള കമന്റൊക്കെ. അപ്പൊ ഈ ബിഗ് ബോസ് ശരിക്കും കാണുന്ന ആൾക്കാർ ആരാണെന്നുള്ളതാണ്. അതേപോലത്തെ കുറെ ആൾക്കാർ കാരണമാണ് അർഹത ഇല്ലാത്ത കുറെ ആൾക്കാർ വിജയിച്ചു പോയത്. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇവരെ വിജയിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റും. അതായത് ഇവര് പുറത്ത് വരുമ്പോൾ വേറൊരു സ്വഭാവം, ബിഗ് ബോസിന്റെ ഉള്ളിൽ വേറൊരു സ്വഭാവം, അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് വിജയിച്ചതിന് ശേഷം പിന്നെ വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല, വിജയിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞിട്ട് കുറെ കമന്റും ചെയ്യും. അപ്പൊ ആദ്യമേ നല്ല ആൾക്കാർ ആരാണ്, അല്ലെങ്കിൽ നല്ല പോലെ ഗെയിം കളിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അതുമാത്രമല്ല ബിഗ് ബോസ് കാണുന്നത് എന്തിനാണ്? ആ ഒരു കാണാനുള്ള ഒരു ആകാംക്ഷ, ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ആ എപ്പിസോഡ് കാണാനുള്ള ഒരു ആകാംക്ഷ, ഒരു പ്രൊമോ വരുമ്പോൾ ഇത് ഇന്ന് കാണണമെന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ ഗ്രൂപ്പ്സൊക്കെ കളിച്ച് ഒരുമിച്ച് കളിച്ച് ലാസ്റ്റ് വരെ വിജയിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൽ കയറ്റിയിടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും ബിഗ് ബോസ് സീസൺ 8 എന്ന് പറയുന്നത്. അല്ലെങ്കിലേ ഇവർ പ്രൊമോയിലൊന്നും കാണിക്കണ പോലത്തെ വലിയ സംഭവം ഒന്നും ശരിക്കും എപ്പിസോഡ് വരുമ്പോൾ ഉണ്ടാവാറില്ല. ഇപ്പൊ ഈ അഗ്നിപരീക്ഷന്റെ പ്രൊമോ ഒക്കെ വരുന്നത് കണ്ടപ്പോൾ ആദ്യം അഗ്നിപരീക്ഷ എപ്പിസോഡൊന്നും കാണിക്കണതിന്റെ മുന്നേ അഗ്നിപരീക്ഷ എന്താണെന്നും അതിലേക്ക് എങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ വലിയ സംഭവമാക്കിയിട്ട് നമുക്ക് തോന്നി. ഇത് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സാധാ LKG കുട്ടികളെ ഓരോ ഗെയിമുകളൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ആ ഗെയിമിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ വിമർശിക്കുമ്പോൾ അതിന് ജഡ്ജിമാർക്ക് ഷാമോന് ജഡ്ജസിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്നാലല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ഇങ്ങനെന്നൊക്കെ. ജഡ്ജസിനെതിരെ സംസാരിക്കണവർക്ക് സപ്പോർട്ടും ഉണ്ടാവും. അത് ആ സംസാരിക്കുന്ന ആളെടുത്ത് എന്തെങ്കിലും ശരി വേണം, ന്യായം വേണം, എന്നാൽ മാത്രം സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നമ്മളെ മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ച് ഇവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾ ചെയ്യണത് എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യണ കുറെ ടീമുകളാണ് മലയാളത്തിലെ ബിഗ് ബോസ് കാണാതിരിക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഈ ഷാമോന്റെ അടുത്ത് തെറ്റുണ്ടായിട്ട് പോലും കുറേ സ്ഥലത്ത് പല പ്രൊമോ വരുന്നതാണെങ്കിലും ഓരോരുത്തർ റിവ്യൂ ചെയ്തിട്ടതിന്റെ ഇടയിലാണെങ്കിലും ഷാമോനെ പോലത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട്
കുറെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ ഷാമോനെയൊക്കെ എന്തിനാണ് ജഡ്ജസ് ചീത്ത പറഞ്ഞെന്ന് പോലും മനസ്സിലാവണില്ല ഇവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ആലോചിച്ച് നോക്ക്, ഇവരെന്തായാലും ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ബിഗ് ബോസ് അല്ല. അഖിൽമാരാര് ചോദിച്ച പോലെ ഇത് ബിഗ് ബോസ് ആണോ എന്ന് ചോദിച്ച പോലെ ഇത് ബിഗ് ബോസ് ആണോ? അല്ല. ബിഗ് ബോസിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണിത്. ആ പരീക്ഷ എഴുതേണ്ടത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് എഴുതിയിട്ട് ആകെ ഒരാളെ വിജയിക്കൂ, അല്ലെങ്കിൽ 2-3 ആൾക്കാർ വിജയിക്കും. പക്ഷെ ഒരു ഗെയിം കൊടുക്കുമ്പോൾ ആ ഗെയിമിൽ വിജയിക്കാനല്ലേ നോക്കേണ്ടത്. അതിന് ഇപ്പൊ ഈ ഒരു അഗ്നി പരീക്ഷയിൽ വന്നിട്ട് വരെ ടീമായിട്ട് കളിക്കാന്ന് പറയുമ്പോൾ ഇവരൊക്കെ നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യണത്? ഒറ്റക്കൊറ്റക്ക് കളിച്ചിട്ട് ജയിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഇങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ വോട്ടും കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിട്ടിട്ട് ബിഗ് ബോസ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊക്കെ ആക്കി മാറ്റണം എന്തിനാണ് ഈ ആൾക്കാർ എന്നാണ് ചിന്തിക്കുന്നത്. നല്ല പോലെ ഗെയിം കളിച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കയറ്റിവിടാനുള്ളത് നോക്ക്. അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ എത്തുള്ളൂ എന്ന് അറിയുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചെയ്യണ്ടായിരുന്നു, രാകേഷ് വരാൻ പോണ ജിൻഡോ ആണെന്നൊക്കെ, ഇനി വരാൻ പോണ ജിൻഡോ ആണെന്നൊക്കെ. അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കരുത്. ഇനിയും കുറെ എപ്പിസോഡുകൾ വരാൻ കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണ് എന്താന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ഓരോ എപ്പിസോഡിലും നടക്കുമ്പോൾ ആ എപ്പിസോഡിൽ ആരൊക്കെ ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് സപ്പോർട്ട് കൊടുക്കുക ഏറ്റവും നല്ലത്. ഈ ഷാമോനൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്രയും കൂടുതൽ സപ്പോർട്ട് എന്ന് മനസ്സിലാവണില്ല. ഇതേപോലെ ഗ്രൂപ്പിസം കളിച്ചിട്ടൊക്കെ ജയിക്കുന്ന ആൾക്കാരൊക്കെ ഈ സപ്പോർട്ട് ചെയ്തിട്ട് അതുവരെ എത്തിച്ചിട്ട് ഇപ്പം എന്താ ഗുണം എന്നുള്ളത് ഒന്ന് ആലോചിച്ചു. അഗ്നി പരീക്ഷന്റെ ഗെയിമുകൾ എന്തായാലും ഒരു രസമല്ല. പ്രതീക്ഷിച്ച പോലത്തെ വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ ജഡ്ജസ്മാർ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമ്പോഴുള്ള പ്രൊമോ കാണുമ്പോഴെങ്കിലും ഇന്നത്തെ കാണാന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. ഇതിപ്പോ അതും ഇല്ലാതാക്കണം. കുറെ ആൾക്കാർ വെറുതെ അനാവശ്യമായിട്ട് കമന്റ് ചെയ്തിട്ട് ജഡ്ജസും ഇതേപോലെ ജഡ്ജസ് പൊട്ടിത്തെറിക്കണ കണ്ടിട്ട് ഒരു രസമില്ല. ജഡ്ജിമാരെ മാറ്റാം. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ജഡ്ജസ്മാരെ ഇതിൽ കൊണ്ടുവന്നിരുത്തുക. അതാകുമ്പോൾ സമാധാനപരമായിട്ട് ഇവര് കാണിക്കുമ്പോഴുള്ള സംഗതിയും കാര്യങ്ങളും പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ശാന്തമായ ഒരു എപ്പിസോഡാക്കിയിട്ട് മാറ്റിയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ടാവുമോ? ഇത് ജഡ്ജസുകൾ ഈ വായ തുറക്കണേം കൊണ്ട് എന്താണ്, എപ്പിസോഡ് കാണാനെങ്കിലും രസമുണ്ട്. ഇതിപ്പോൾ അതും ഇല്ലാതാക്കണം ഇവരുടെ ഇതേപോലത്തെ ഒരു കമന്റ് കാരണം.